അല്ല, ഈ ബഹിരാകാശത്ത് ഇപ്പോൾ പോയി ഒരുപാട് ഇപ്പോൾ സുനിത വില്യംസ് ഒക്കെ ഒരുപാട് നാൾ താമസിച്ചിട്ടുണ്ട്. അതെ. അന്നേരം അവിടെ ഈ മരണം എന്നുള്ളത് അവിടെയും സംഭവിക്കുമോ? തീർച്ചയായിട്ടും മരണം എപ്പോഴും ഉണ്ടാവാമല്ലോ. മരണം മനുഷ്യൻ അങ്ങനെ പെർമനന്റ് ആയിട്ട് അപകടത്തിലൂടെ അല്ല ഞാൻ ചോദിക്കുന്നത്, അല്ലാതെ അല്ലാതെ മരിക്കാം. 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 മനുഷ്യന്റെ ഫിസിയോളജികൾ കൊണ്ടുണ്ടാകുന്ന മരണം, ഏജ് കൊണ്ടുണ്ടാകുന്ന മരണം, അതുപോലെ ഇൻഫെക്ഷൻ കൊണ്ടുണ്ടാകുന്ന മരണം, തീർച്ചയായിട്ടും മരണം സംഭവിക്കാം. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ലോങ് ടേം സ്റ്റേ ഉള്ള സമയത്ത് അതിനെ ഡിസ്പോസ് ചെയ്യാനുള്ള അറേഞ്ച്മെന്റ് ചെയ്യണം, അല്ലെങ്കിൽ വലിയൊരു അപകടമാണത്. കാരണം ബാക്ടീരിയൽ ഗ്രോത്ത് ഇത് അറ്റ്മോസ്ഫിയർ ഉള്ള സ്ഥലത്ത് ഒരു മരിച്ച ഒരാളെ വച്ചുകൊണ്ടിരിക്കാൻ പോലും പറ്റില്ല. ഡിസ്പോസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഡിസ്പോസ് ചെയ്യാൻ ഒന്നും ചെയ്യാനില്ല, വെളിയിലേക്ക് എടുത്ത് കളയാനേ പറ്റുള്ളൂ. അവിടെ ഒരുപാട് ഈ വിക്ഷേപിച്ച ഉപഗ്രഹങ്ങൾ ഒരുപാടുണ്ടല്ലോ. ഇപ്പൊ സ്പേസ് മാലിന്യം എന്നൊക്കെ പറയും. അത് എന്തായിരിക്കും ഭാവിയിൽ എങ്ങനെ വരും? അത് സ്പേസ് മാലിന്യത്തിന് ഒരുപാട് തലങ്ങളുണ്ട്. ഒന്ന്, സ്പേസ് മാലിന്യം എവിടെയാണ്, എത്ര ഉയരത്തിലാണ്. അപ്പോൾ ഇന്നത്തെ കണക്കനുസരിച്ചിട്ട് ഏകദേശം ഒരു 400 കിലോമീറ്റർ വരെയുള്ള സ്പേസ് മാലിന്യം ഒരു 5 കൊല്ലം കൊണ്ടോ ഒക്കെ ഭൂമിയിലേക്ക് തിരിച്ചു വന്ന് കത്തിപ്പോവും. ഒന്നും അവിടെ നിൽക്കില്ല. ഒരു കാര്യം ഞാൻ പറയാം, ഒരു സ്പേസ് മാലിന്യം ഒരു കാലഘട്ടത്തിൽ അവിടെ പെർമനന്റ് ആയിട്ട് കാണില്ല. അത് കാരണം പല ഗ്രാവിറ്റിയുടെ ഫ്ലക്ച്വേഷൻ ഉണ്ട്, സോളാർ പ്രഷർ ഉണ്ട്. ഇതെല്ലാം കൊണ്ട് അത് പതുക്കെ പതുക്കെ ഭൂമിയുടെ അടുത്തുകൊണ്ടിരിക്കും. ഒരു ഉയരം വരെയുള്ളത്, ഉയരത്തിന് അപ്പുറമുള്ളത് അടുക്കില്ല. ഇപ്പം നമ്മൾ ജിയോ സ്റ്റേഷൻ ഉപഗ്രഹത്തിനെ ഭൂമിയിലേക്ക് ഒരിക്കലും തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. അവിടെ ഫംഗ്ഷൻ അല്ലെങ്കിൽ അത് അവിടെ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കും എത്രയോ മില്യൺസ് ഓഫ് ഇയേഴ്സ് ചിലപ്പോൾ. പക്ഷെ താഴെയുള്ളതെല്ലാം അടിക്കടി പതുക്കെ പതുക്കെ ഭൂമിയുടെ അടുത്ത് വരികയും 25, 50, 100, 200, 300 വർഷങ്ങൾ കൊണ്ട് ഇത് ഭൂമിയിലേക്ക് ഇറങ്ങി അന്തരീക്ഷത്തിൽ കത്തി നശിക്കുകയും ചെയ്യുന്നത്.